ചോദിക്കട്ടെ, ഇനി ഈ പാസ്റ്ററെ എന്താ ബെയിലിലാണോ വിട്ടേ, അതോ അദ്ദേഹം നിരുപാധികം അദ്ദേഹത്തെ കോടതി വിട്ടയച്ചു? എന്താണ് വിഷയം? ആർക്കറിയാവുന്ന ആരാ? ജാമ്യത്തിൽ ഇറങ്ങിയതല്ലോ. ജാമ്യത്തില് ആഹാ. വിട്ടു. അത് ഈ നമ്മുടെ നമ്മുടെ ഒരു പിതാവൊക്കെ അതിനകത്ത് ഉൾപ്പെട്ടായിരുന്നു. അങ്ങനെ ആ സംഭവം കിട്ടിയത്. മോളിലത്തെ ലിങ്കില് പിടിച്ച കിട്ടും എന്താ ഡീറ്റെയിൽ. ഓക്കെ 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 ഓക്കെ, അത് ശരി. അല്ല, ഭാര്യയെ ഇതിനു മുമ്പ് വിട്ടിരുന്നു, അത് കഴിഞ്ഞപ്പോ ഭർത്താവ്. അന്നേരം കോടതി ഏകദേശം ഇവർക്ക് അനുകൂലമായ ഒരു എനിക്ക് തോന്നി. കാരണം അല്ല, അതെന്തിനാ ഫരീദാബാദാണോ ഇടപെട്ടത്? പണ്ടേ ആ വിമതന്മാരാ. കാലെ കയ്യെ പിടിച്ചല്ലോ. ഈ കൈറോസിനെയൊക്കെ പറഞ്ഞാൽ മതി ഫരീദാബാദിൽ ഇരിക്കുന്നെങ്കിൽ മെത്രാനെ. ചുമ്മാതെ ആവശ്യമില്ലാതെ ബന്ധുക്കോസുകാർക്ക് വേണ്ടി ഇവരെന്തിനാ ഇടപെടാൻ പോകുന്നത്? ആട്ടോ, ഇപ്പം ആ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചോദിക്കൂ. ഈ നമ്മുടെ കേരളത്തിലെ ഈ ക്രിസ്ത്യാനികൾ ഇത്രയും കത്തോലിക്ക സഭയുടെ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ എവിടെ നിന്നുണ്ടായത്? ഞങ്ങള് യഹൂദന്മാരും പിന്നെ ഇവിടെ വന്ന യഹൂദരുടെ അനുസാരികളും അവിടുന്നുള്ള പെറ്റുവരിക ഉണ്ടായതാ. അതെ. പക്ഷെ വിദേശത്തുനിന്ന് ഇവിടെ കുടിയേറി ഇവിടെ പെറ്റുപെരുകിയതാണ്. അതെ അതെ ആ, അതെ അതെ, കല്യാണം വിവാഹം വഴി അന്ന് ലവ് ജിഹാദൊക്കെ നടത്തി കുറെ പിന്നെ തദ്ദേശീയ സ്ത്രീകളെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു, പുരുഷന്മാരെ കല്യാണം കഴിച്ചു. അതിന്റെ ബാക്കിയാ, അത്രേ ഉള്ളൂ. ഈ കുരുളച്ചാലക്കുടി പാസ്റ്റർ മൈതാനം മുട്ടയും പാലും ഈ കൊടുത്ത് പാസ്റ്റർ എന്ന് പറഞ്ഞവൻ ഇത് കേക്ക് കുറെ പേരെ പാപ്പച്ചൻ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയാക്കി. പാസ്റ്റർ അവിടെ കയറി രാജ്യവിരുദ്ധമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ട് പ്രവർത്തനം ചെയ്തു. അവിടെ കയറി ആൾക്കാരെ മതം മാറ്റരുതെന്ന് നിയമം ഉള്ളിടത്ത് ദൈവത്തിന്റെ ഉണ്ടയാന്നും പറഞ്ഞുകൊണ്ട് കയറി മാറ്റി. എന്റെ അങ്ങനെ ആദവേ, വചനം ഈ പോലും ഇല്ല. പറയുന്ന വൃത്തിയായിട്ട് കത്തോലിക്ക ഈ സഭയെ ഒത്തിരി പാപ്പച്ചൻ എന്ന് കാണിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞവന് അവന് പറഞ്ഞത്. വീട്ടിൽ ഇരിക്കണം, അവന് മര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിച്ചതിന്റെ കുഴപ്പം. അവനത് കയറി പാവപ്പെട്ട ആദിവാസികളെയൊക്കെ മതം മാറ്റാൻ നടക്കുന്നത് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ ഇക്കാര്യം? പിന്നെ ഏതാ ഇത്? ആദിവാസികളെ മതം എന്നിട്ട് മാറ്റാനും അവസാനം അവിടെ പിടിക്കാനും ഇട്ട് നടന്ന കിടന്ന് ഇവര് ഒരു കയ്യും കത്തോലിക്ക കരച്ചിലും, വൈദികരകത്ത് കിടന്ന് പള്ളിയിലേക്ക് ഇവര് വിളിച്ച് കത്തോലിക്ക മരിച്ചുപോയായിരുന്നല്ലോ. പള്ളിയിലേക്ക് വിളിച്ച് കിടന്ന് കരച്ചിലും ബഹളവും. ഈ പറയുന്ന നിയമവിരുദ്ധ എന്നിട്ട് പ്രവർത്തനം അവസാനം തന്നെയല്ലേ എന്നിട്ട് പുള്ളിയും ഞങ്ങളുടെ കാണിച്ചേ. കാശും എടുത്തോണ്ട് പോയിട്ടാണ് അവര് അയാളെ ഇറക്കിക്കൊണ്ട് പോയത്. എന്നിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു വീണ്ടും വന്ന് സ്റ്റാൻ അരി നിന്ന് സ്വാമിന്ന് ആചാര്യയെ പറഞ്ഞ ഒരു കടിച്ച് പിന്നെ കത്തോലിക്ക നായിക്ക പുരോഹിതനകത്ത് മുറിവെന്ന് കിടന്ന് പറഞ്ഞാല് മരിക്കുവോ പിടിക്കുകയെന്നാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് അത് നിങ്ങൾക്ക് ഈ ഞങ്ങൾ രാജ്യത്തിൽ നയിച്ചോളാം, നിയമമൊന്നും നിങ്ങളതിനകത്ത് ഇടപെടണ്ട. ബാധകമല്ലായിരുന്നു. ഇതേപോലെ ചെറ്റാ ഈ നിന്റെ വയനാട്ടിൽ പാപ്പച്ചനാടാ മരടിൽ ഉള്ളി കിടന്ന് നടത്തുന്നത്. കരഞ്ഞത്. നല്ല UP പോലീസിന് ഇടിയും കിട്ടിയിട്ടുണ്ട് അയാൾക്ക്. അയാളുടെ മുതുകത്ത് പോയി തപ്പി നോക്ക്. അയാളുടെ ഭാര്യയുടെ പിന്നെ ഇത് ഈ പൊക്കി ഈ നോക്ക്. കാര്യം തന്നെ നിങ്ങൾക്ക് സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത് ഞങ്ങൾക്ക് പറയോ? ഒരു പ്രകാരം UP-യിൽ അറസ്റ്റിലായി. എന്തോള് കരഞ്ഞു, മുട്ടിട്ടടിച്ചു, റിലീസ് കിട്ടിയില്ല. അപ്പൊ അവര് കത്തോലിക്കരെ അപ്രോച്ച് ചെയ്ത്, കത്തോലിക്കർ അതിനകത്ത് ഇടപെട്ടു. അതിനകത്തുനിന്ന് പുള്ളിക്ക് ജാമ്യം കിട്ടി. അതിവിടെ പറഞ്ഞപ്പോഴത്തേന് ബന്ധവൾക്കെല്ലാം കുരു പൊട്ടി. ഇവന്മാര് പറയുന്നത് അവന്മാര് ദൈവത്തോട് പ്രാർത്ഥിച്ച റിലീഫ് കിട്ടിയെന്നാ പറയുന്നത്. ഈ ശ്രീശാൻ ചുമ്മാ പറയുന്ന അല്ല, ദൂതൻ വന്ന് പുള്ളീനെ ഇറക്കിക്കൊണ്ടുവരുന്നത് ദൂതൻ അത് ശരി. ഇത് എന്തിനകത്ത് പോയത്? ഏതാ വിഷയം? ശരിയല്ലെന്ന് എന്തോ പറഞ്ഞു. ഈ വീടുകളിൽ സ്വാഭാവികമായിട്ട് കയറി എന്നാലും ദൂതന്മാരൊക്കെ അവിടെ പോയി ഒരു പിടിയും കിട്ടുന്നില്ല. ഈശ്വര വെട്ടം വന്നു കേട്ടോ, രക്ഷയില്ല. പാപ്പച്ചന്റെ എവിടൊക്കെ കുത്തിയെന്നുള്ളത് ഇനിയിപ്പം കുറെ കാലം കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. പാപ്പച്ചന് മൂത്രം പോണില്ല, അതറിയാവോ? അന്വേഷിച്ച് നോക്ക്. കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. കംപ്ലീറ്റ് പാപ്പച്ചന്റെ കുടുംബക്കാര് കരഞ്ഞു പിരിഞ്ഞ് പള്ളിയിൽ വിളിച്ച് നമ്മുടെ ആൾക്കാർ ഇടപെട്ട് കാശും കൊണ്ട് ഇങ്ങനെ ഒറ്റ കത്തിന്റെ പുറത്ത് ഇറങ്ങും, അറിയാവോ? വെറും പാഴ. ഫൈവിന്റേത് മൂഞ്ചുക എന്നുള്ളതല്ലാതെ ഇവനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരുമിച്ച് ചാടിയതാ കത്തോലിക്ക സഭയെന്ന്. രണ്ടിനും കുണ്ടനടിച്ച് കല്യാണം കഴിക്കണം. ഞാൻ പോയിട്ട് ആ പ്രബലങ്കാരൻ അടി മൂപ്പിച്ചു കൊടുക്കട്ടെ. എന്ത് പറയാനാ സീച്ച, വാണം വിട്ട് ഓണം ഉണ്ണണം എന്നല്ലേ. സംഗതിയാണ് അവർക്ക്. കാണുമ്പോ എന്റേത് ഉണ്ണാനും കൊതി. എന്ത് ചെയ്യാനാ മനുഷ്യൻ? നമുക്ക് വയസ്സാം കാലത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ച സമ്മതിക്കുകയില്ല. പിന്നെ എന്റേത് ഉണ്ണണം എന്നും പറഞ്ഞു നടക്കുന്നത് കാർലോസ് ഞാനാണ്. പോയില്ലേ? നീ പോയി നിന്റെ ആ ഊള ദൈവം ഉണ്ടല്ലോ, യഹോവയും കൊണ്ടുവാ. അവനെ ആ ആ ആ വൃത്തികെട്ട അധമനെയും കൊണ്ടുവാ. നിന്നെ കൊണ്ട് സാധിക്കുമെങ്കില്. എടാ മ്ലേച്ഛ, നിന്റെ മ്ലേച്ഛ ദൈവത്തെ കൊണ്ടുവരാ. നിനക്ക് മറുപടി പറയണം. നീ ഇതിന് മറുപടി പറ.
നിന്റെ യഹോവ എന്തിനാണ് പെണ്ണുങ്ങളെ വീതം വെച്ച് എടാ മ്ലേച്ഛ വാങ്ങിച്ചത്? നിന്റെ യുദ്ധ നെറ്റിയിട്ടത് തടവുകാരായി പിടിച്ച നിന്റെ, നീ ഇതിനെ പറ, നിന്റെ യുദ്ധ തടവുകാരായി പിടിച്ച നിന്റെ യഹോവ ആ പെണ്ണുങ്ങളെ പൂശിയോ ഇല്ലയോ? നിനക്ക് പണിയുണ്ട്. നിനക്ക് ഫൈവ് വരാൻ സമയമായെങ്കിൽ നിന്റെ പണി തുടങ്ങും. നീ അത് പറ. ഫൈവ് വരുന്നതിന് മുമ്പ് നിനക്ക് പല്ല് തേച്ച് വൃത്തിയായിട്ട് വെപ്പുവല്ല് എടുത്ത് മാറ്റണം. മ്ലേച്ഛനെ അത്രേ ഞാൻ വെക്കുക. ഉള്ളൂ. നിനക്ക് വേറെ പണിയൊന്നുമില്ല. മ്ലേച്ഛനെ ഞാൻ എടാ വെക്കുക. നീ എവിടെ വെക്കാനാ? നിനക്ക് വെക്കാനൊക്കത്തില്ല. ഫൈവ് വെക്കും അധികം താമസിയാതെ. ഒരു പുരുഷനായി ജനിച്ച നീ ഇപ്പോൾ വേറൊരു പുരുഷന്റെ ഓക്കെ കാമുകിയായി നീ മ്ലേച്ഛ, എന്തുകൊണ്ട് ജീവിക്കുന്നു? മ്ലേച്ഛ നാളെ നിന്റെ ആ ഊള ദൈവം ഉണ്ടല്ലോ. എടാ നിന്റെ ആ ഊള ദൈവം യഹോവ, ആ വൃത്തികെട്ട മ്ലേച്ഛൻ, അവന്റെ പാരമ്പര്യമാണ് നിനക്കുള്ളത്, നിന്റെ സിരകളിലൂടെ ഓടുന്നത്.